ഹലോ ഗൈസ്, വെൽക്കം ടു വീൽസോൺ. ചെറിയൊരു ബ്രേക്കിന് ശേഷം ഇന്ത്യയിലേക്ക് വീണ്ടും തിരിച്ചു വന്നൊരു ബ്രാൻഡാണ് ഹാർലി ഡേവിഡ്സൺ. ഹാർലി ഡേവിഡ്സൺ ഇന്ത്യയിൽ അവതരിപ്പിച്ചതിൽ വളരെയധികം ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരുപാട് ആളുകൾ ഇഷ്ടപ്പെടുന്ന ഒരു മോഡലാണ് ഹാർലി ഡേവിഡ്സൺ 48. സോ നമുക്കാണെന്നുണ്ടെങ്കിലും ഒരുപാട് എൻക്വയറീസ് വരുന്ന ഒരു മോഡലാണ് ഹാർലിയുടെ 48. സോ ഇതാണ് ഇന്നത്തെ നമ്മളുടെ റിവ്യൂ. സോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ടു വീൽസോൺ. ഈ വണ്ടിയുടെ ഫ്രണ്ട് സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ട് ഈ വണ്ടിയിൽ വരുന്നത് ഈ വണ്ടിയുടെ ഫ്രണ്ട് ടയറാണ്. ഇത്രയും ബൾക്കി ആയിട്ട് ഒരു ഫാറ്റി ടയറാണ് വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. ഹാർലി ഡേവിഡ്സന്റെ ബ്രാൻഡിങ് വരുന്ന മിഷലിന്റെ ടയേഴ്സാണ് വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ വണ്ടിയുടെ ഈ ഹെഡ്ലൈറ്റ് വളരെ ക്ലാസി ലുക്ക് വരുന്ന ഒരു ഡിസൈനാണ് ഈ വണ്ടിയിൽ അവർ ചെയ്തിട്ടുള്ളത്. അതേപോലെ തന്നെ ഒരു സിംഗിൾ ഡയൽ, വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സിംഗിൾ ഡയലാണ് വണ്ടിയിൽ വന്നിട്ടുള്ളത്. വണ്ടിയുടെ സ്റ്റോക്ക് ഹാൻഡിൽ ബാർ വരുന്നത് വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാറാണ് വണ്ടിക്ക് സ്റ്റോക്കിൽ വരുന്നത്. ഇനി അതല്ല, കുറച്ചും കൂടി വൈഡർ ആയിട്ടുള്ള ഒരു റൈഡിങ് പൊസിഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് കസ്റ്റമായിട്ട് ഹോളിവുഡ് ടൈപ്പ് ഹാൻഡിൽ ബാർസ് ഒക്കെ ഇപ്പോൾ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇൻഡിക്കേറ്റേഴ്സ് ആണെന്നുണ്ടെങ്കിലും ഇതിൽ ഫോർക്കിന്റെ ടോപ്പ് എൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഹാൻഡിൽ ബാർ തന്നെ അറ്റാച്ച് ചെയ്യാവുന്ന രീതിയിലൊക്കെ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഹെഡ്ലൈറ്റ്സ് ആണെന്നുണ്ടെങ്കിലും ആഫ്റ്റർ മാർക്കറ്റ് നമുക്ക് കസ്റ്റം ഹെഡ്ലൈറ്റ്സ് അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ വണ്ടി ഉള്ളത് സ്റ്റോക്ക് കണ്ടീഷനിലാണ്. സോ വളരെ ക്ലാസി ആയിട്ടുള്ള ഒരു ലുക്കാണ് ഈ വണ്ടിക്ക് നൽകുന്നത്. സോ ആ ഫ്രണ്ട് പാർട്ടിൽ നിന്ന് നമ്മൾ വരുമ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഏറ്റവും ഹൈലൈറ്റ് ആയിട്ട് നമുക്ക് തോന്നുന്ന സാധനം ഈ വണ്ടിയുടെ പീനട്ട് സൈസ് ടാങ്കാണ്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ ചെറിയ ഒരു ടാങ്കാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഈ വണ്ടിയുടെ ലുക്കിന് ഏറ്റവും കൂടുതൽ ഒരു സപ്പോർട്ട് നൽകുന്ന ആ ഒരു പാർട്ട് ഈ വണ്ടിയുടെ ടാങ്ക് തന്നെയാണ്. 7.9 ലിറ്റേഴ്സ് മാത്രം കപ്പാസിറ്റി നൽകുന്ന ഈ ടാങ്ക് പക്ഷെ വളരെ നല്ലൊരു ലുക്കാണ് ഈ വണ്ടിക്ക് നൽകുന്നത്. ഇനി ഈ വണ്ടിയുടെ എൻജിൻ പാർട്ടിലോട്ട് നമ്മൾ വരുമ്പോൾ 1200cc ബീറ്റ്വീൻ എയർ കൂൾഡ് എഞ്ചിനാണ് അവർ ഈ വണ്ടിയിൽ സജ്ജമാക്കിയിട്ടുള്ളത്. 4K RPM 97 Nm ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കാപ്പബിലിറ്റി ഉള്ള ഒരു എഞ്ചിനാണ് അവർ ഈ വണ്ടിയിൽ സജ്ജമാക്കിയിട്ടുള്ളത്. അത്യാവശ്യം ബൾക്കി ആയിട്ടുള്ള ഒരു എഞ്ചിൻ പാർട്ടിനെയാണ് നമുക്ക് ഇതിൽ കാണാൻ സാധിക്കുക. സോ അതുകൊണ്ട് തന്നെ ഈ വണ്ടി ഓൾമോസ്റ്റ് 250 എബോവ് വെയിറ്റ് വരുന്നുണ്ട്. അങ്ങനെ ഒരു വെയിറ്റ് വരുന്ന ഈ വണ്ടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വണ്ടി നമ്മളിരുന്ന് ഒരു കാരണവശാലും സ്ലിപ്പ് ആവാതെ, മാക്സിമം സ്ലിപ്പ് ആവാതെ നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അഥവാ സ്ലിപ്പ് ആവണമെങ്കിൽ തന്നെ സേഫ്റ്റിക്കായിട്ട് നമ്മൾ ഇതിൽ ക്രാഷ് ഗാർഡ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. വെയിറ്റിന്റെ കാര്യം നമ്മൾ പറയുന്നതോട് കൂടെ തന്നെ അത്യാവശ്യം എല്ലാവർക്കും ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരു ഹൈറ്റാണ് ഈ വണ്ടിയിൽ ചെയ്തിട്ടുള്ളത്. സോ ഈസിലി നമുക്ക് ഹാൻഡിൽ ചെയ്യാവുന്ന ഒരു ഓപ്ഷനും കൂടി ഈ വണ്ടിയിൽ തരുന്നുണ്ട്. ഇനി ഈ എൻജിൻ പാർട്ടിൽ നമുക്ക് നോട്ടീസബിൾ ആയിട്ടുള്ള ഒരു പാർട്ട് എയർ ഫിൽറ്റർ ആണ്. ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത് ഒരു സ്റ്റോക്ക് ഡിസൈൻ ആണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഇന്ന് ഒരുപാട് ഓപ്ഷൻസ് ആഫ്റ്റർ മാർക്കറ്റ് അവൈലബിൾ ആണ് നമുക്ക്. അതിനുശേഷം 2.5 ലിറ്റർ എൻജിൻ ഓയിലാണ് ഈ വണ്ടി ഡിമാൻഡ് ചെയ്യുന്നത്. അത് നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ടും അതേപോലെ ഓയിൽ ലെവൽ ചെക്ക് ചെയ്യാനൊക്കെയുള്ള ഒരു ഫീച്ചർ വണ്ടി ഇവിടെ നൽകിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഡുവൽ എക്സോസ്റ്റ് ആണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ക്രോം ഫിനിഷിൽ വരുന്ന ഒരു നല്ലൊരു അടിപൊളി എക്സോസ്റ്റ് തന്നെയാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. ഈ വണ്ടിയിൽ നമ്മൾ കസ്റ്റം എക്സോസ്റ്റ് ആണ് നമ്മൾ ഈ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. എക്സോസ്റ്റ് നോട്ട് നിങ്ങൾക്കൊന്ന് കേൾപ്പിച്ചു തരാം. ഇനി വണ്ടിയുടെ റിയർ സൈഡിലേക്ക് നമ്മൾ വരികയാണെന്നുണ്ടെങ്കിൽ ഹാർലിയുടെ തന്നെ ഒരു ടോപ്പ് ഫീച്ചർ നമുക്ക് വിശേഷിപ്പിക്കാവുന്ന ഒരു ബെൽറ്റ് മെക്കാനിസമാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. സാധാരണ ചെയിൻ സ്പോക്കറ്റ് മെക്കാനിസത്തിൽ നിന്ന് മാറി ബെൽറ്റ് ഡ്രൈവ് മെക്കാനിസമാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്.
സോ ഈ ചെയിൻ സ്പോക്കറ്റ് നമുക്ക് തരുന്ന യാതൊരു ഡിസ്റ്റർബൻസും ഈ മെക്കാനിസത്തിൽ വരുന്നില്ല. മെയിൻ്റെനൻസും വളരെ കുറവാണ്. അതായത് ചെയിൻ ലൂബിങ് അതേപോലെ ചെയിനിൽ വരുന്ന നോയ്സ് കാര്യങ്ങളൊന്നും ഈ ഒരു മെക്കാനിസത്തിൽ വരുന്നില്ല. സോ നമുക്കത് പറയാം, ഹാർലിയുടെ ഒരു ടോപ്പ് ഫീച്ചർ ആയിട്ട് നമുക്കത് കണക്കാക്കാവുന്നതാണ്. ഇനി വണ്ടിയുടെ സീറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ യൂഷ്വലി ഹാർലി 48 സിംഗിൾ സീറ്റാണ് സ്റ്റോക്ക് ആയിട്ട് വരാറുള്ളത്. എന്നാൽ കസ്റ്റമർ റിക്വയർമെന്റ് കാരണം നമ്മൾ പില്ലനും കൂടി സപ്പോർട്ട് ചെയ്യുന്ന ഒരു അത്യാവശ്യം ലെങ്തി സീറ്റാണ് നമ്മൾ ഇതിൽ വന്നിട്ടുള്ളത്. അത്യാവശ്യം റൈഡറിന് നല്ല കംഫർട്ട് വരുന്ന ഒരു സീറ്റിനാണ് നമ്മൾ ഈ വണ്ടിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ വണ്ടിയുടെ റിയർ സൈഡിൽ വരാം. റിയർ സൈഡിൽ അത്യാവശ്യം വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മിനിമൽ ഡിസൈനാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. 2 ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്. അതിന് സപ്പോർട്ടായിട്ട് ഒരു ചെറിയ ഒരു ബ്രേക്ക് ലൈറ്റ് ആണ് നമ്മൾ ഈ വണ്ടിയിൽ കൊടുത്തിട്ടുള്ളത്. ബ്രേക്ക് ലൈറ്റ് നമുക്ക് കാണിച്ചു തരാം. സോ വളരെ മിനിമലായിട്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ബ്രേക്ക് ലൈറ്റ് ആണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ളത്. സോ ഈ വണ്ടിയുടെ ഒരു ഔട്ട്ലൈൻ ഞാൻ നിങ്ങൾക്ക് തന്നു കഴിഞ്ഞു. ഇനി ഫൈനലി ഈ വണ്ടിയുടെ പ്രൈസ് ആൻഡ് ഡീറ്റെയിൽസ് ഇതാ നിങ്ങൾക്ക് മുമ്പിൽ റിവീൽ ചെയ്യാണ്. 2018 മോഡല് 16,000 കിലോമീറ്റർ മാത്രം ഓടിയിട്ടുള്ള ഈ വണ്ടിക്ക് നമ്മൾ പ്രൈസിങ് ചെയ്തിട്ടുള്ളത് 8,90,000 രൂപയാണ്. 8,90,000 രൂപക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി സ്വന്തമാക്കാം. കേരള വണ്ടിയാണ്, ഫൈനാൻസിങ് അവൈലബിൾ ആണ്. സോ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഷോറൂമിലേക്ക് വരിക. നിങ്ങൾക്ക് വണ്ടി കണ്ട് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വണ്ടി സ്വന്തമാക്കാം. സോ നമ്മളിതാ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ മറ്റൊരു നല്ല വണ്ടിയായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.